Good morning, my children. നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മൾ ആരംഭിക്കുകയാണ്. മഹാമാരി കോവിഡ് വരുത്തിയ ദുരന്തത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും ഇതിലേക്ക് ക്ലാസ്സിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകവും പേനയും നിങ്ങൾ എടുക്കേണ്ടതാണ്. ഓരോ ലൈനായിട്ട് നമ്മൾ പാഠത്തിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പ് ഈ 10ാം ക്ലാസ്സിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. അതായത് 10ാം ക്ലാസ്സിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ കോംപ്രിഹെൻഷൻ ആണ്. അതായത് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ അതായത് പഠിക്കുന്ന പുസ്തകത്തിലെ ഒരു പ്രോസിന്റെ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ പാരഗ്രാഫ് തന്നതിന് ശേഷം 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു. 1, 2, 3. ഈ 5 ചോദ്യങ്ങൾക്ക് 5 മാർക്ക്. രണ്ടാമത് വരുന്നത് കവിതയാണ്. കവിത നമ്മൾ പഠിക്കാനുള്ള കവിതയാണ്. കവിതയിൽ ഒരു 4 ലൈനോ 6 ലൈനോ അല്ലെങ്കിൽ 8 ലൈനോ തന്നിട്ട് 4 ചോദ്യം 1, 2, 3, 4 ചോദ്യങ്ങൾ വരും. അതിന് 4 മാർക്കാണ്. അടുത്ത മൂന്നാമത്തെ മോഡൽ എന്ന് പറയുമ്പോഴേക്കും അപ്രീസിയേഷൻ ആണ്. അപ്രീസിയേഷൻ നമുക്ക് പഠിക്കാനുള്ള കവിതകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൃത്യമായി ചോദിക്കുന്നതാണ്. അത് 5 മാർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 മാർക്കാണ്. അതുപോലെ തന്നെ അടുത്ത മോഡൽ എന്ന് പറയുമ്പോഴേക്കും ഒരു അൺസീൻ പാസേജ് ആണ്. ഒരു അൺസീൻ പാസേജ് തന്നിട്ട് അതിൽ നമ്മൾ കോംപ്രിഹെൻഷൻ അൺസീൻ പാസേജ്, അതായത് പഠിക്കാത്ത ഒരു പാരഗ്രാഫ് തന്നിട്ട് 5 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് 5 മാർക്കാണ്. അതിനുശേഷം വരുന്നത് ഒരു 120 വാക്കിൽ എഴുതുവാനുള്ള ഒരു ഉപന്യാസമാണ് അല്ലെങ്കിൽ സമ്മറിയാണ് ചോദിക്കുക. അതിന് കിട്ടുന്നത് 7 മാർക്ക്. അപ്പോൾ അതിനുശേഷം വരുന്ന ഇനങ്ങൾ, പരീക്ഷയിൽ ചോദിക്കുന്ന ഇനങ്ങൾ, പുസ്തകവുമായി ബന്ധപ്പെട്ട ഇനങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത് ഇത് നമ്മൾ പറയുമ്പോഴേക്കും ഡിസ്കോഴ്സസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഡിസ്കോഴ്സസ് ആണ്. അതിൽ ഒന്നാമത് പഠിക്കാനുള്ളത് ലെറ്ററാണ്. ലെറ്റർ ചോദിക്കുകയാണെങ്കിൽ ലെറ്റർ നിർബന്ധമായുള്ള ചോദ്യമാണ്. ലെറ്റർ 5 മാർക്കാണ്. രണ്ടാമത്തത് പ്രൊഫൈലാണ്. പ്രൊഫൈലുണ്ട്. പ്രൊഫൈൽ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ചോദിക്കാം. അടുത്ത മൂന്നാമത്തെ മോഡൽ എന്ന് പറയുമ്പോഴേക്കും ഡയറി ഉണ്ട്. ഡയറി 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്, ഒന്നുകിൽ 5 അല്ലെങ്കിൽ 6 മാർക്കാണ്. നാലാമത്തത് വന്നിട്ട് ഡയറി ഉണ്ട്. പിന്നെ റൈറ്റ് അപ്പ് ഉണ്ട്. പിന്നെ 5ാമത്തത് വന്നിട്ട് ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ. പിന്നെ ഏതെങ്കിലും ബന്ധപ്പെട്ട. ഇനി അടുത്ത് വരുന്നത് എന്താണ്? ഗ്രാമറിന്റെ ഐറ്റമാണ്. ഗ്രാമറിന്റെ ഐറ്റം എന്ന് പറയും. ഗ്രാമറിന്റെ മോഡൽ എന്ന് പറയുമ്പോൾ സാധാരണയായി ചോദിക്കുന്ന ഒന്ന് കോൺവെർസേഷൻ. 2 തരമുണ്ട്. ഇത് കംപ്ലീറ്റ് എഴുതുവാനുള്ള കോൺവെർസേഷൻ ഉണ്ട്. അത് പുസ്തകത്തിലെ പാസേജിനകത്ത് നിന്നുമാണ്. അടുത്ത രണ്ടാമതൊരു കോൺവെർസേഷൻ ഉണ്ട്. അത് കോൺവെർസേഷൻ രണ്ടാമത്തതുണ്ട്. അത് 5 മാർക്കാണ്. അതായത് കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആണ്. അടുത്ത മൂന്നാമത്തത് റിപ്പോർട്ടർ സ്പീച്ച് ആണ്. റിപ്പോർട്ടർ സ്പീച്ച് 2 മാർക്കാണ്. നാലാമത്തത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്തുണ്ട് ഈ ഫ്രൈസലസ് ഉണ്ട്. 4 മാർക്ക്. 5ാമത്തത് എഡിറ്റിംഗ് ഉണ്ട്. എഡിറ്റിംഗ് വന്നിട്ട് 4 മാർക്കുണ്ട്. ഇങ്ങനെ പോകും. 4 മാർക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ 80 മാർക്കുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പോൾ ഇതില് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ, അതായത് നമ്മൾ ഈ പുസ്തകം 2 അല്ലെങ്കിൽ ഒരു കൊല്ലം പഠിക്കുവാനുള്ളത് 2 പുസ്തകമാണ്. 2 പുസ്തകത്തിൽ കൂടി 5 യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പുസ്തകത്തില് ഒന്നാമത്തെ വോള്യത്തില് 3 യൂണിറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്ന മനോഹരമായ കവിതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഒന്നാമത്തെ യൂണിറ്റില് 3 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 കഥയും, അതായത് ഒന്നാമത്തത് അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ, അതൊരു മനോഹരമായ കഥയാണ്.
റസ്കിൻ ബോണ്ട് എഴുതിയതാണ്. രണ്ടാമത്തത് കവിതയാണ്. The lines written in early spring. Lines written in early spring. അടുത്ത മൂന്നാമത്തത് ബേപ്പൂർ സുൽത്താൻ, നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രഗത്ഭനായ എഴുത്തുകാരനായ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ദ സ്നേക്ക് ആൻഡ് ദ മറർ, മനോഹരമായ കഥയാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഇടയിലുള്ള ഒരു മനോഹരമായ ഒരു കവിത ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്. അപ്പോൾ ഇനി നമ്മുടെ ശ്രദ്ധയിൽ വരണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദ ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്. വാട്ട് ഈസ് മീൻ ബൈ ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്? ലൈൻസ് വരികൾ റിട്ടൺ എഴുതപ്പെട്ടിരിക്കുന്നു എയർലി സ്പ്രിംഗ്. സ്പ്രിംഗ് വസന്തകാലത്തിന്റെ വസന്തകാലഘട്ടത്തിൽ എഴുതപ്പെട്ട ഏതാനും ലൈനുകൾ, ഏതാനും വരികൾ, വസന്തകാലത്തിന്റെ തുടക്കത്തിൽ എഴുതപ്പെട്ട ഏതാനും വരികൾ. ഇതാണ് ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്, റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ I ask you, who is William Wordsworth? All of us know about William Wordsworth. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന വില്യം വേർഡ്സ്വർത്ത്. He is generally known as the father of nature. പ്രകൃതിയുടെ പിതാവ് എന്ന പേരിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. Then he inaugurated a new era in English poetry. That era is known as Romantic Revival Movement. Romantic Revival Movement. അപ്പോൾ അത് കാൽപ്പനിക പ്രസ്ഥാനം എന്ന് മലയാളത്തിൽ പറയുന്നു. കാൽപ്പനിക പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പോഴേക്കും വില്യം വേർഡ്സ്വർത്തിന്റെ പ്രൊഫൈൽ പരീക്ഷയിൽ ചോദിക്കാം. നമ്മൾ നിങ്ങളുടെ പുസ്തകത്തിന്റെ ബാക്ക് ഭാഗം, പുസ്തകത്തിന്റെ പാഠത്തിന് ശേഷം എബൌട്ട് ആദർ എന്ന പേരിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും ലേശം കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഇദ്ദേഹത്തെ ഞാൻ പറഞ്ഞു റൊമാൻറ്റിക് റിവൈവൽ മൂവ്മെന്റ്, റൊമാൻറ്റിസിസം ആണ്. അതായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന്റെ കാലഘട്ടമായിരുന്നു. അതിൽ നിന്നെല്ലാം മുഖം തിരിച്ചു നിന്ന് പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിന്ന കവികളിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആത്മാസുഹൃത്താണ് പ്രഗത്ഭനായ എഴുത്തുകാരനായ സാമുവൽ ടൈലർ കോളറിഡ്ജ്. സാമുവൽ ടൈലർ കോളറിഡ്ജ്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആയിട്ട് ബ്രീഫായിട്ട് ഒരു കാര്യം പറയുകയാണ്. വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഓൺ 7th April 1770. അതായത് 1770 ഏപ്രിൽ മാസം 7-ാം തീയതി ഇംഗ്ലണ്ടിലാണ് വില്യം വേർഡ്സ്വർത്ത് ജനിച്ചത്. മനസ്സിലാക്കണം. വില്യം വേർഡ്സ്വർത്ത്, who is known as the father of nature, was born on 7th April 1770 in England. Where is England? England എവിടെയാണ്? ഇംഗ്ലണ്ട് ബ്രിട്ടനകത്താണ്. പല വിദ്യാർത്ഥികളും നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റായിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇംഗ്ലണ്ട് രാജ്യമായി കണക്കാക്കുന്നു. ഇല്ല, ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ബ്രിട്ടന്റെ ഭാഗമാണ്. ബ്രിട്ടൻ പ്രധാനമായും 4 ദ്വീപുകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ് ബ്രിട്ടൻ. അത് ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ് മുഖ്യമായും ചേർന്നുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ അതുപോലെ ചെയ്യുന്നു ഇംഗ്ലണ്ടില് 1770 ഏപ്രിൽ മാസം 7-ാം തീയതിയാണ് വില്യം വേർഡ്സ്വർത്ത് ജനിച്ചത്. അപ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, he inaugurated a new era in English poetry. That era is known as romanticism. What is romanticism? Romanticism is a style and movement in art, music, literature in the late 18th and 19th century. അതായത് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിലും സാഹിത്യത്തിലും മ്യൂസിക്, സംഗീതത്തിലും കലയിലും ഉണ്ടായ സ്റ്റൈലിലെ മാറ്റമാണ് ഏത് റൊമാൻറ്റിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then അത് മാത്രമല്ല, then he is a lover of nature. അത് ആരായിരുന്നു? He is a lover of nature. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന കവിയായിരുന്നു. He was a lover of nature. Then he wrote so many books. പ്രധാനമായ ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അത് അറിയാവുന്ന കാര്യമാണ്. The Prelude ഉണ്ട്. പുസ്തകത്തിന്റെ പേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ പാഠത്തിന്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ നോക്കാവുന്നതാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. പാഠത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്.
അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവികൾ ഡാഫോഡിൽസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മനോഹരമായ കവിതയാണ്. I wandered lonely as a cloud that floats on waves and hills when all at once I saw a crowd, a host of golden daffodils. Beside the lake, beneath the trees, fluttering and dancing in the breeze. അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു കവിത, solitary reaper, behold her, singing in the field, yon solitary highland lambs, reaping and singing by herself, or stop here or gently pass. അപ്പോൾ ഇങ്ങനെ പോകുന്ന മനോഹരമായ പ്രകൃതികളെ കുറിച്ചുള്ള കവിത ഡാഫോഡിൽസ് ഉണ്ട്. പിന്നെ ലൂസി ഗ്രേ ഉണ്ട്, ദ പ്രില്യൂഡ് തുടങ്ങിയ മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ കവിത എന്ന് അക്കോർഡിംഗ് ടു വില്യം വേർഡ്സ്വർത്ത്, poetry, what is poetry? Poetry is the spontaneous outflow of powerful feelings and recollected in tranquility. What is poetry? പോയട്രി കൊടുത്തുള്ള നിർവചനമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പൈസ ചോദിക്കില്ല, എന്നാൽ ഞാൻ പറയണം. Poetry is the spontaneous overflow of powerful feelings and recollected in tranquility എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ വില്യം വേർഡ്സ്വർത്ത് അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, മരിച്ച വർഷം നിങ്ങൾക്ക് അറിയാം, 1850 മാത്രമാണ് പുസ്തകത്തിൽ കൊടുത്തുള്ളത്. അപ്പോൾ എന്താണ് വില്യം വേർഡ്സ്വർത്ത് died on April 23rd. അതേ ഏപ്രിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചത്. ഏപ്രിൽ 7 ജനിക്കുന്നു, ഏപ്രിൽ 23 മരിക്കുന്നു. പക്ഷേ വർഷത്തിൽ മാത്രം വ്യത്യാസം. 1880 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് മോർട്ടലോടെ ഈ നശ്വരമായ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കരകളിൽ ഉണ്ടായ മനോഹരമായ കവിതകളിൽ ഒന്നാണ് ദ ഗിവൺ പോയം, തന്നിരിക്കുന്ന പദ്യം. ദ ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്. ഞാൻ ആ പാഠത്തിലേക്ക് കിടക്കുകയാണ്, കൂടുതൽ പറയുന്നില്ല. ദ ലൈൻസ് റിട്ടൺ ഇൻ എയർലി സ്പ്രിംഗ്, അതായത് വസന്തകാലത്തിന്റെ ആരംഭത്തിൽ എഴുതപ്പെട്ട ഏതാനും വരികൾ, ഏതാനും ലൈനുകൾ. വില്യം വേർഡ്സ്വർത്ത്. അപ്പോൾ മനോഹരമായ കവിതയാണ്. നിങ്ങൾക്ക് ഇത് പരീക്ഷ ചോദിക്കുക എന്ന് പറയുന്നത് പുസ്തകത്തിന്റെ ബാക്കിലേക്ക് എഴുതിയിട്ടുള്ളായിരിക്കില്ല. അതിന്റെ പുസ്തകത്തിൽ കൊടുത്ത ചോദ്യങ്ങൾ വളരെ വിരളമായിട്ട് മാത്രമേ പറ്റി ചോദിക്കാറുള്ളൂ. ഇതിലെ ഓരോ ലൈനിന്റെയും അർത്ഥം ഇംഗ്ലീഷിൽ 1 by 1 ആയി പഠിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ. ഈ ലൈനിന്റെ ഓരോ അർത്ഥവും 1 by 1 ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കുക, ലൈനിലേക്ക് കിടക്കുകയാണ്. I heard 1,000 blended notes. ഫസ്റ്റ് 4 ലൈൻസ് ഞാൻ പറയണം. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. അപ്പോൾ നമ്മൾ നോക്കാം ഇതിലെ 4 ലൈനുകൾ. Who is I refer to? പൈസ ചോദിക്കാം. Who is I refer to? Who is the speaker of the poem? The poet himself. കവി സ്വയം പറയുകയാണ്. Who is I refer to? ചോദ്യം 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Who is I refer to? ഇവിടെ I എന്ന് പറയുന്ന ആരാണ്? I hear with the poet. Heard കേട്ടു. 1,000 blended മിശ്രിതമായ നോട്ട്സ്, മ്യൂസിക്, സംഗീതം. ഞാൻ കേട്ടു 1000 മിശ്രിതമായ സംഗീതം കേട്ടു. വൈൽ അപ്പോൾ ഇൻ എ ഗ്രോവ്, മരക്കൂട്ടം. എ ഗ്രോവ്, ഒരു മരക്കൂട്ടം. ഐ സെയ്റ്റ്, നമ്മൾ ശ്രദ്ധിക്കണം, SATE. സെയ്റ്റ് ഓൾഡ് ഇംഗ്ലീഷ് ആണ്, അതിന്റെ മോഡേൺ ഇംഗ്ലീഷ് സേറ്റ് ആണ്. സേറ്റ്. Reclined, leaning back. What is meant by leaning back? Reclined, leaned back എന്നാ, ചാരി കിടന്നു. അപ്പോ ഞാൻ ഒരു മരക്കൂട്ടത്തിൽ ചാരി കിടന്നപ്പോൾ 1000 സംഗീതം ഞാൻ കേട്ടു. 1000 ഞാൻ സംഗീതം കേട്ടു എന്നാണ്. അപ്പോ ഇതിലെ എവിടെയാ കവി? എവിടെയാ? വേർ ഇസ് ദ പോയറ്റ്? കവി എവിടെയാ? ഇതാണ് ചോദ്യം. വേർ ഇസ് ദ പോയറ്റ്? അപ്പോ വേർ വാസ് ദ പോയറ്റ്? കവി എവിടെയായിരുന്നു? വേർ വാസ് ദ പോയറ്റ്? കവി എവിടെ ആയിരുന്നു? അപ്പോ ഹി വാസ്, അല്ലെങ്കിൽ ഹി sat reclined. Who is I refer to? The poet sat reclined, ചാരി കിടന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, ഈ 2 ലൈനിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ ഒരിക്കൽ the poet was leaning back or reclined
in a grove. അപ്പോ എന്താണ്? അപ്പൊ അതിനെ ശ്രദ്ധിക്കണം, ഒരു മരക്കൂട്ടത്തിന്റെ താഴ്ഭാഗത്ത് കവി ഇങ്ങനെ ചാരി കിടക്കുകയായിരുന്നു. അപ്പോഴെന്ത് ചെയ്തു? അദ്ദേഹം കേട്ടു, 1000 സംഗീതങ്ങൾ കേട്ടു. അപ്പൊ വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ blended notes here mean? അവിടെ ഒരു ചോദ്യം. What does the expression blended notes here mean? That songs of all kinds of birds. Songs of all kinds of birds. അപ്പോൾ പക്ഷികളുടെ മനോഹരമായ ഗാനമാണ് കേട്ടത്. ഈ 2 ലൈൻ പഠിച്ചപ്പോൾ നിങ്ങൾ എന്ത് പിടി കിട്ടിയെന്നുള്ളതാണ്. എന്ത് മനസ്സിലാക്കി? കവിയും പ്രകൃതിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കവിയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, കവി പ്രകൃതിയോട് ഒപ്പം പ്രകൃതിയോട് എത്രമാത്രം താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ഇതിലെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദി പോയം, മെയിൻ തീം ഓഫ് ദി പോയം? ഇതാണ് മെയിൻ എന്താണ്? അപ്പോൾ ഫസ്റ്റ് ലൈൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. ലൈൻസ് റിട്ടൺ ഇൻ early spring is a beautiful poem written by William Wordsworth, the father of nature. First line. The lines are written in early spring is a beautiful poem written by William Wordsworth, the father of nature. മനസ്സിലായി കാണുന്നു. ഒന്നുകൂടി. Lines are written in early spring is a beautiful poem written by William Wordsworth, the father of nature. It signifies, the poem signifies, ഈ പദ്യം describes, വിവരിക്കുന്നു, പ്രാധാന്യം നൽകുന്നു. The poem signifies the relationship ബന്ധം. The poem signifies the relationship between human beings and nature. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രാധാന്യമാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോ the poem describes the relationship or signifies the human beings and nature. Human beings, അതായത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ കവിത പറയുന്നത്. പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ poem signifies the intimate എന്താണ്? വളരെ അടുത്ത intimate relationship between human beings and nature. മനസ്സിലാക്കണം. ഇൻട്രൊഡക്ഷൻ എന്ന രീതി പറഞ്ഞതാണ്, ശ്രദ്ധിക്കുക. 2 സെന്റൻസുകൾ മാത്രം. Lines written in early spring is a beautiful poem written by William Wordsworth, the poet of nature, the father of nature. Through this poem, the poet describes the intimate relationship between human beings and nature. Through this poem, the poet signifies the intimate relationship between human beings and nature. Then come to the poem's first line. I heard 1,000 blended notes. I heard, ഞാൻ here ആണ് past tense, 1,000 1000 blended mixed എല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞത്. നോട്ട്സ് സംഗീതം. എന്താണ്? മ്യൂസിക്. നോട്ട്സ് നമ്മൾ എഴുതുന്ന നോട്ടല്ല, മ്യൂസിക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കൂ. അപ്പൊ ഇതിലുള്ള എന്താണ്? The poet heard 1,000 blended notes. When? എപ്പോൾ? Then I have already told you, once the poet was reclining in a grove. What was the mental condition at that time? Reclining in a grove with a heart full of satisfaction. പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ഒരിക്കൽ കവി അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുമുള്ള അല്ലെങ്കിൽ അടുത്തുള്ള ഒരു മരത്തോപ്പിൽ അങ്ങനെ റിക്ലൈനിങ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലെ ചാരികസേരയുണ്ട്, തുണിയിട്ട് ചാരികസേരയുണ്ട്, കാലിക്കെടുത്ത് മുകളിൽ വെച്ച് ചാരി കിടക്കുന്ന രീതിയാണത്. വളരെ ഈസി മുകളിൽ കിടക്കുക എന്നുള്ളതാണ്. വിത്ത് എ ഹാർട്ട് ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എന്താണ്? വിത്ത് എ ഹാർട്ട്
full of satisfaction. So the line. Once the poet was reclining in a grove with a heart full of satisfaction. മനസ്സിലായി കാണുന്നു. അപ്പോൾ at that time he heard a 1,000 blended notes. ആ സമയത്ത് ഒരു ആയിരക്കണക്കിന് മിശ്രിതങ്ങളായ സംഗീതം കേട്ടു. What does the expression blended notes here mean? I have already told you the songs of all kinds of birds, the songs of all kinds of birds, the songs of all kinds of birds. അപ്പോൾ once ഞാൻ മുന്നോട്ട് പറയണം. Once the poet was reclining. What is mean by reclining? ചാരിക്കിടക, leaning back. Reclining means leaning back. Leaning back. Once the poet was leaning back in a grove. Grove means മരക്കൂട്ടം. മരക്കൂട്ടത്തിൽ ചാരിക്കിടക. At that time he heard a 1,000 blended notes. He heard. അദ്ദേഹം കേട്ടു. The songs of all kinds of birds. പക്ഷികളുടെ മനോഹരമായ സംഗീതം കേട്ടു. അപ്പോൾ ഈ അടുത്ത തേർഡ് ലൈൻ in that sweet mood. Sweet മധുരം മൂഡ് അവസ്ഥ, കണ്ടീഷൻ. ആ മനോഹരമായ മാനസികാവസ്ഥയിൽ at that time the poet was in a sweet mood, happy mood. At that time the poet was in a happy mood. വളരെ സന്തോഷാവസ്ഥയിലായിരുന്നു. At that time the poet was in a happy mood. Then along with that happy mood, happy thoughts, pleasant thoughts, happy thoughts. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ സന്തോഷകരമായ ചിന്താഗതികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പറയുന്നു in that sweet mood when pleasant thoughts സന്തോഷ ചിന്ത കൊണ്ടുവരുന്നു sad thoughts ദുഃഖാകുലമായ അവസ്ഥകൾ to the mind അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക്. അപ്പോൾ എന്താ പറഞ്ഞത്? Once William Wordsworth was leaning back or reclining in a grove with a heart full of satisfaction. At that time he heard a 1,000 blended notes. He heard the songs of all kinds of birds. In that sweet mood, then the poet was in a happy mood. At that time the poet was in a happy mood. അദ്ദേഹത്തിന്റെ ഈ പക്ഷികളുടെ മനോഹരമായ സംഗീതം കേട്ടപ്പോൾ അദ്ദേഹം സന്തോഷകരമായ അവസ്ഥയിലായിരുന്നു. The poet was in a sweet mood. The poet was in a happy mood. സന്തോഷമായ അവസ്ഥയിലായിരുന്നു. But ഇനി ഒരു കാര്യം കൂടി പറയുന്നു. അത് pleasant thoughts. Sweet moods, pleasant thoughts. Sweet mood, pleasant thoughts. രണ്ടും ഒന്നാണ്. മനോഹരമായ മധുരമായ അവസ്ഥയിൽ സന്തോഷകരമായ ചിന്താഗതി. അപ്പോൾ but along with those pleasant thoughts, ആ സന്തോഷകരമായ ചിന്തകളോടൊപ്പം along with those pleasant thoughts കൊണ്ടുവരുന്നു sad thoughts to his mind. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുഃഖാകുലമായ ചിന്തയും കടന്നുകൂടി. ദുഃഖാകുലമായ ചിന്തയും ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോ along with those then ഒന്നുകൂടെ പറയണം. once the poet was leaning back on a grove with a heart full of satisfaction. Then at that time he heard a 1,000 blended notes, that means songs of all kinds of birds. Then his mind was in a sweet mood, but along with those pleasant thoughts, there came sad thoughts to his mind. അദ്ദേഹത്തിന്റെ മനസ്സിൽ സന്തോഷകരമായ ചിന്തകൾ വന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ദുഃഖാകുലമായ ചിന്തകളും വന്നെത്തി. അതായത് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. നെഗറ്റീവ് ചിന്തകളും പോസിറ്റീവ് ചിന്തകളും വന്നെത്തി എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 4 ലൈനിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ നോക്കുക. എന്താ പറഞ്ഞത്? അപ്പോ ഇതിൽ പറയുന്നുണ്ട് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഈസ് എ ബ്യൂട്ടിഫുൾ പോയം, ഹാർട്ട് ടച്ചിങ് പോയം റിട്ടൺ ബൈ William Wordsworth, the poet of nature or the father of nature. Through this poem the poet describes the intimate relationship between human beings and nature. The first stanza itself describes the poet was leaning back in a grove with a heart full of satisfaction.
At that time he heard a thousand blended note. At that time he heard the songs of all kinds of birds. On hearing this music, his mind was in a sweet mood. His mind was in a sweet mood. അദ്ദേഹത്തിന്റെ മനസ്സ് ഭയങ്കരമായ സന്തോഷത്തിലായി. But എന്നാൽ ആ സന്തോഷകരമായ ചിന്തകളോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുഃഖാകുലമായ ചിന്തകളും വന്നെത്തി. But along with those pleasant thoughts, there came sad thoughts to his mind. അപ്പോൾ ഇത്രയാണ് അതിനുള്ളത്, മനസ്സിലായി കാണുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ കവിതയിൽ നോക്കാം, അതിന്റെ റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാ? നോട്ട്സ്, തോട്ട്സ്, റൈമിംഗ് വേർഡ്സ്, നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ് മൈൻഡ്. അപ്പോൾ ഇതിലെ റൈം സ്കീം എന്താണ്? എ ബി എ ബി. ഇത് എ, നോട്ട്സ്, തോട്ട്സ്, എ എ ബി. അപ്പോൾ എ ബി ആണ് ഇതിന്റെ റൈമിംഗ്. ഇതായത് നോക്കിയേ, ഇതില് ഇമേജസ് ഉണ്ട്. 1000 blended notes ഏത് ഇമേജസ് ആണ്? ഓഡിറ്ററി ഇമേജസ് ആണ്. വിഷ്വൽ ഇമേജസ് ആണ്. വാട്ട് വി കൻ സീ, വാട്ട് വി കൻ ഹിയർ. എന്താണോ കേൾക്കുന്നത് ഓഡിറ്ററി ഇമേജ്, എന്താണോ കാണുന്നത് അത് വിഷ്വൽ ഇമേജുമാണ്. ബാക്കി 5 ഇമേജസ് ഉണ്ട്, അതിപ്പോൾ പറയാം. അപ്പോൾ ഇത് നമ്മൾ നോക്കിയേ, ഇത് ഓൾഡ് ഇംഗ്ലീഷ് ആണ്. ഇതിന്റെ മോഡേൺ ഇംഗ്ലീഷ് ആണ് സാൻഡ് എന്ന് പറയുക. നമ്മൾ നോക്കുക. വേർഡ്സ് വളരെ ലളിതമായി പറയുകയാണ്. വേർഡ്സ്, the poet was leaning back or reclining in a grove with a heart full of satisfaction. At that time he heard the songs of all kinds of birds. That means 1000 blended notes. Upon hearing these notes, hearing this music, his mind was in a sweet mood. He was in a happy mood. But along with those pleasant thoughts, there came sad thoughts to his mind. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുഃഖാകുലമായ ചിന്തകളും കടന്നു. അടുത്ത ഭാഗത്തേക്ക് ശരി, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. 4ന്റെ അർത്ഥം എന്താ പറഞ്ഞത്? ആദ്യ ഇൻട്രൊഡക്ഷൻ ആണ്. എന്താ ഇൻട്രൊഡക്ഷൻ? ലൈൻസ് റിട്ടൺ ഇൻ എർലി സ്പ്രിംഗ് ഈസ് എ ഹാർട്ട് ടച്ചിങ് പോയം written by William Wordsworth, the father of nature. Through this poem, the poet describes the intimate relationship between human beings and nature. Then I shall describe the meaning of first 4 lines. The first stanza itself, the poet describes the relationship between man and nature, or men and nature. Then once the poet William Wordsworth was leaning back, that means reclining in a grove with a heart full of satisfaction. Then he heard 1000 blended notes. A question is coming there. ഒരു ചോദ്യം വരികയാണ്. എന്താ ചോദ്യം? What does the expression blended notes here mean? That means thousands of the songs of birds, അതായത് songs of all kinds of birds. Blended notes here means songs of all kinds of birds. Then once the poet was reclining in a grove with a heart full of satisfaction, that he heard the songs of all kinds of birds. At that time he was in a happy mood, he was in a sweet mood. But along with those happy thoughts, there came sad thoughts to his mind. ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങൾ
നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിലേക്ക് എഴുതാൻ പറ്റും. നോട്ട് എഴുതാനും പറ്റും, ഇതിലെ ചോദ്യങ്ങൾ എഴുതാനും കഴിയും. ഇത്രയും ബുക്കിൽ എഴുതി വയ്ക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഓൺലൈനായിട്ട് ചോദിക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും ഇതുകൂടി പഠിപ്പിക്കാമെന്നാണ് എഴുതിയിട്ടത്. സമയത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഈ 4 രീതികൾ അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിയിരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും നമസ്തേ.